പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2024 ഫെബ്രുവരി മാസം 21-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും പ്രത്യേകിച്ച് പകർച്ചവ്യാധിയിൽ നിന്നും അനേക പ്രതികൂലത്തിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്നും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. ദൈവം തുറക്കുന്ന വാതിലുകൾ. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക് വെളിപ്പാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, എങ്കിലും നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം നിഷേധിച്ചിട്ടില്ല. പ്രിയരെ, ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. ഈ പ്രഭാതത്തിൽ ഞാനും നിങ്ങളും ചിന്തിക്കുന്നത് ദൈവം തുറക്കുന്ന വാതിലുകളെക്കുറിച്ചാണ്. വിശ്വസിക്കാമെങ്കിൽ നാളുകൾ തുറക്കാത്തൊരു വാതിൽ ഈ പ്രഭാതം മുതൽ നിങ്ങളുടെ മുമ്പിൽ ദൈവം തുറക്കാൻ പോവുകയാണ്. വാതിലുകളെക്കുറിച്ച് ഞാനും നിങ്ങളും ചിന്തിക്കുമ്പോൾ വിവിധ വാതിലുകളുണ്ട്. സാധാരണപ്പെട്ടവരാ എന്നെ ശ്രദ്ധിക്കുന്നത്. അവർക്ക് മനസ്സിലാകാൻ വേണ്ടി വേഗത്തിൽ ഒരു 4 വാതിലുകളെ കുറിച്ച് ഞാൻ ഓർപ്പിക്കുകയാണ്. ഒന്നാമത്തെ വാതിൽ തനിയെ തുറക്കുന്ന വാതിൽ. നിങ്ങൾക്കറിയാം, കേരളത്തിൽ ഇന്ന് പല സ്ഥലങ്ങളിലും വലിയ മാളുകളുണ്ട്. പ്രത്യേകിച്ച് എറണാകുളത്തും തിരുവനന്തപുരത്തുമൊക്കെ താമസിക്കുന്നവർക്ക് ലുലു മാളിനെ കുറിച്ച് അറിയാം. ലുലു മാളിൻ്റെ മെയിൻ കവാടത്തിലേക്ക് ചെല്ലുമ്പോൾ ആ ഗ്ലാസ് ഡോർ തനിയെ തുറക്കുന്നത് കാണാൻ കഴിയും. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് കർത്താവ് ചില വാതിലുകളെ തുറക്കും. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, പത്രോസ് വാഗ്ദത്തം കേട്ടവനാണ്. ഒത്തിരി ദൈവ നിയോഗം തൻ്റെ മേളിൽ കിടക്കുകയാണ്. തന്നെ കൊണ്ട് ദൈവത്തിന് വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആ വാഗ്ദത്തം കേട്ടവനെ ഹെരോദാവിദ കാരാഗ്രഹത്തിൽ അടച്ചിരിക്കുകയാണ്. അടുത്ത ദിവസം തൻ്റെ തല വെട്ടുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, നിനക്ക് വിരോധമായി എന്തെല്ലാം എതിരുകളുണ്ടെങ്കിലും നീ വാഗ്ദത്തം കേട്ടവനാണെങ്കിൽ വിശ്വസിച്ചോ, നിന്റെ മുമ്പിൽ തനിയെ വാതിലുകൾ തുറക്കും. പത്രോസിന് അർദ്ധരാത്രിയിൽ ദൂതൻ തട്ട് വിളിച്ച് 1-ാം കവാടവും 2-ാം കവാടവും ദൂതൻ തുറന്നു കൊടുത്തു. 3-ാമത്തെ പട്ടണത്തിൻ്റെ വാതിൽ തനിയെ തുറന്നെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. വിശ്വസിക്കാമെങ്കിൽ ഈ പ്രഭാതത്തിൽ തനിയെ ചില വാതിലുകൾ തുറക്കാൻ പോവുകയാണ്. പ്രാർത്ഥനയോടെ വാഗ്ദത്തം കേട്ടവർ ഉണർന്നാട്ടെ. നിങ്ങളുടെ വാതിലുകൾ തനിയെ തുറക്കാൻ പോകുന്നു. എങ്കിൽ 2-ാമത്തെ വാതിൽ മുട്ടിയാൽ തുറക്കുന്ന വാതിലാണ്. അല്ലെങ്കിൽ ചില വാതിലുകൾ തുറക്കണമെങ്കിൽ നമ്മൾ പുറത്ത് നിന്ന് മുട്ടണം. അപ്പോൾ അകത്തു നിന്ന് വാതിൽ തുറക്കുന്ന എനിക്ക് നിങ്ങൾക്ക് അറിയാം. ഇതേപോലെ ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം. യാചിപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ, എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ, എന്നാൽ നിങ്ങൾക്ക് തുറക്കും. വിശ്വസിക്കുന്ന ഓരോ ദൈവമക്കളോടും പരിശുദ്ധാത്മാവ് പറയുക, നാളുകൾ മുട്ടിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് തുറക്കാൻ പോവുകയാണ്. നാളുകളായി മുട്ടുന്നതിനകത്ത് എൻ്റെ ദൈവം വാതിൽ തുറന്നിരിക്കും. 3-ാമത്തെ വാതിൽ എന്ന് പറയുന്നത് താക്കോലിട്ട് തുറക്കുന്ന വാതിലുകളാണ്. വിശ്വസിക്കാമെങ്കിൽ ഇന്ന് ചില താക്കോലിൻ്റെ കൈമാറ്റം നടക്കാൻ പോവുകയാണ്. ദൈവം ആരാന്നൊരു ഉറപ്പ് നിൻ്റെ മേളിലുണ്ടെങ്കിൽ താക്കോലിൻ്റെ കൈമാറ്റം നിൻ്റെ മേളിൽ സംഭവിക്കും നിശ്ചയം. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 13 തുടങ്ങി താഴോട്ടുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ അവിടെ കാണാം, ഫിലിപ്പിൻ്റെ കൈസരിയ പ്രദേശത്തൂടെ യേശുവും ശിഷ്യന്മാരും മുമ്പോട്ട് പോവുകയാണ്. ആ സമയത്ത് യേശു ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, ഈ പുരുഷാരം എന്നെക്കുറിച്ച് ആരെന്നാണ് പറയുന്നത്?
പലവരും പല പേരുകളാണ് പറഞ്ഞത്. യോഹന്നാൻ സ്നാപകനെന്നും ഇരമ്യാവെന്നും ഏലിയാവെന്നും ഒക്കെ പറഞ്ഞത്. യേശു കർത്താവ് ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങൾ എന്നെക്കുറിച്ച് ആരെന്നാ പറയുന്നത്? വേഗത്തിൽ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാകുന്നു. പത്രോസിനെ അടുത്ത് വിളിച്ച് യേശു കർത്താവ് പറഞ്ഞു, ജഡവും രക്തവുമല്ല നിനക്കിത് വെളിപ്പെടുത്തിയിരിക്കുന്നത്, സ്വർഗസ്നായ എൻ്റെ പിതാവാകുന്നു. ദൈവത്തെക്കുറിച്ചൊരു വെളിപ്പാടുണ്ടെങ്കിൽ നിന്റെ മേൽ ഒരു താക്കോലിൻ്റെ കൈമാറ്റം വെളിപ്പെട്ടിരിക്കും. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം, സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്ന് ഉത്തരം പറഞ്ഞു. എന്നെ ശ്രദ്ധിക്കുന്നവരെ, ഇതാ പത്രോസിനെ അടുക്കൽ വിളിച്ച് കർത്താവ് ഒരു താക്കോലിൻ്റെ കൈമാറ്റത്തെ പകരുകയാണ്. ഈ പ്രഭാതത്തിൽ ദൈവത്തെക്കുറിച്ചൊരു വെളിപ്പാട് നിൻ്റെ മേളിൽ പകരാമെങ്കിൽ, ദൈവത്തെക്കുറിച്ച് അനുഭവം നിനക്കുണ്ടെങ്കിൽ, നിനക്ക് നിശ്ചയമായി താക്കോലുകൾ കൈമാറിയിരിക്കും. ആ താക്കോലിന് വേണ്ടി ദാഹിക്കുന്നവരുണ്ടോ? കർത്താവിനെ ഒന്ന് മുറുകെ പിടിച്ച് ഈ പ്രഭാതത്തിൽ കർത്താവ് കൈമാറാൻ പോവുകയാണ്. 4-ാമത്തെ വാതിലിനെ കുറിച്ച് ചിന്തിക്കുകയാണ്. ചില വാതിലുകൾ തെള്ളിയാലേ തുറക്കത്തുള്ളൂ. ചില വാതിലുകൾ തെള്ളിയാലേ തുറക്കത്തുള്ളൂ. നിങ്ങൾ വിശ്വസിക്കാമോ? ഈ പ്രഭാതത്തിൽ ഒന്നുകൂടെ ഒന്ന് ആരാധിക്കാമെങ്കിൽ ചില വാതിലുകൾ നിശ്ചയമായി തുറക്കും. പൗലോസും ശീലാസും അകത്തെ തടവറയിലാക്കി കൈകാലുകൾ ആമത്തിൽ പൂട്ടിയിരിക്കുകയാണ്. പക്ഷേ അവരെ അധരമടയാത്തത് കൊണ്ട് അർദ്ധരാത്രിയിൽ അവർ ദൈവത്തെ ആരാധിച്ചു, ദൈവത്തെ പാടി സ്തുതിച്ചു. അവർക്ക് വേണമെങ്കിൽ നിരാശപ്പെടാമായിരുന്നു, അവർക്ക് വേണമെങ്കിൽ ആ രാത്രിയിൽ ഉറങ്ങാമായിരുന്നു. കാരണം അടിയേറ്റ ശരീരത്തിൽ വലിയ വേദനകൾ ഉണ്ട്. പക്ഷേ ആ വേദനകളെ മറന്ന് അവർ ദൈവത്തെ ആരാധിക്കുകയാണ്. ഒന്നുകൂടെ ഒന്ന് ദൈവത്തെ ആരാധിക്കാമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ചില വാതിലുകൾ തുറക്കും. അത് നിശ്ചയമാണ്. ദൈവത്തിൻ്റെ പദ്ധതികൾ നിങ്ങളുടെ മുമ്പിൽ തുറന്നു വരും. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 12-ാമത്തെ വാക്യം, യോഹന്നാൻ സ്നാപകന്റെ നാൾ മുതൽ ഇന്നുവരെയും സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു, ബലാത്കാരികൾ അതിനെ പിടിച്ചടക്കുന്നു. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ബലാത്കാരികൾ അതിനെ പിടിച്ചടക്കുകയാണ്. നിങ്ങളുടെ ഉപവാസവും നിങ്ങളുടെ പ്രാർത്ഥനയും അടഞ്ഞ വാതിലുകളെ തെള്ളി തുറക്കും. വിശ്വസിക്കാമെങ്കിൽ ഈ പ്രഭാതത്തിൽ ഒരു വലിയ ശക്തി നിങ്ങളുടെ മുന്നിൽ വ്യാപരിക്കുന്നുണ്ട്. ഒന്നുകൂടെ ദൈവത്തെ മുറുകെ പിടിച്ച് ചില വാഗ്ദത്തങ്ങൾ വെളിപ്പെട്ട് വരാൻ പോകുക. അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് ചില വാതിലുകൾ നിങ്ങളുടെ മുമ്പിൽ തുറക്കാൻ പോകുക. കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് അങ്ങിൽ നിന്നൊരു വാതിലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങ് തുറക്കണമേ പാ, അങ്ങ് തുറന്നല്ലത് ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ലല്ലോ പാ. എന്നെ കാണുന്ന ഓരോ മക്കൾക്ക് വേണ്ടിയും കണ്ണുനീരിന് പകരമായി ദൈവിക വാതിലുകൾ തുറക്കണമേ. യേശുവിൻ നാമത്തെ ഞാൻ പ്രാർത്ഥിക്കുന്നു, കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. പ്രിയരെ, ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ എല്ലാ ദിവസവും ഇന്ത്യൻ സമയം വൈകിട്ട് 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധന നടക്കുന്നുണ്ട്. നിങ്ങളെയും ഞാൻ ക്ഷണിക്കുകയാണ്. എങ്കിൽ അടുത്ത ദിവസം കാണും വരെയും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.